കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് വീണ്ടും ഈ ആലയത്തിൽ കടന്നു വരുവാൻ, നിങ്ങളുമായിട്ട് വചനം പങ്കുവയ്ക്കുവാൻ ദൈവം അവസരം തന്നതിനായിട്ട് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവോ മിടുക്കോ നമ്മളെ തന്നെ സൂക്ഷിച്ചതുകൊണ്ടോ ഒന്നുമല്ലല്ലോ. ആ ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വേഗം വചനത്തിലേക്ക് പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തെന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. അതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവിടുത്തെ ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മൾ കോവിഡായിട്ട് വീടുകളിൽ ലോക്ക്ഡൗൺ ആയിട്ടിരുന്നപ്പോൾ നമ്മളെ നിലനിർത്തിയതും ഈ ദൈവവചനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ഞാൻ എൻ്റെ സ്നേഹവന്ദനം എല്ലാവരെയും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം. ഇതേ വിഷയം, ഇതേ സംഭവം മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഇന്ന് ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ 3 സുവിശേഷങ്ങളിലും 3 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതേ സംഭവം എല്ലാം കൂടെ കൂട്ടിയിണക്കിയായിരിക്കും ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, യേശു ബെഥാനിയിലെ ലാസറിനെ ഉയർപ്പിച്ച സംഭവം നമുക്കറിയാം. അതിനുശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും യേശു ക്രിസ്തു ബെഥാനിയിലേക്ക് വരികയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ ഈ വരവ് യെരുശലേമിലേക്കുള്ള യാത്രാമധ്യയാണ്. യെരുശലേമിലോട്ടുള്ള യാത്രയിൽ നമുക്കറിയാം എന്തിനാണ് യേശു യെരുശലേമിലേക്ക് പോകുന്നത്? തന്നെ കാണിച്ചു കൊടുക്കാനും താൻ മരിക്കുവാനും പോകുന്നുവെന്ന്, താൻ ക്രൂശിക്കപ്പെടുവാൻ പോകുന്നുവെന്ന് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ പലർക്കും അത് അറിയത്തില്ലായിരുന്നു. യേശുവിനറിയാം. നമുക്കറിയാമല്ലോ, മരിക്കാനായിട്ട് ജനിച്ചവനായിരുന്നു നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടി മരിക്കുവാനും ലോകത്തിലേക്ക് വന്നു. അവൻ തൻ്റെ മരണത്തിനായി യെരുശലേമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ടവർ താമസിക്കുന്ന ബെഥാനിയിലെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. യേശു ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ മറിയ പതിവില്ലാത്ത ഒരു വിഷാദം അല്ലെങ്കിൽ ഒരു ക്ഷീണഭാവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് ദർശിച്ചു. അവൾ യേശുവിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും, ജീസസ്, ഐ വറി ഫോർ യു. കർത്താവേ, നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം. നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. നിന്നെ എന്തോ അലട്ടുന്നുണ്ട്. അവൾക്കറിയില്ല എന്താ സംഭവിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ. പക്ഷേ അവളുടെ ഉള്ളിലെ ആത്മാവ്, യേശുവിൻ്റെ ഉള്ളിലെ ആ വ്യഥ, താൻ നേരിടാൻ പോകുന്ന ആ വേദന, ആ കഷ്ടതയെക്കുറിച്ച് എങ്ങനെയോ അവളുടെ അന്തരംഗത്തിൽ അവൾക്ക് ഒരു ബോധ്യമുണ്ടായി. അപ്പോൾ യേശു മറിയയെ നോക്കി പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ബി ആങ്ഷ്യസ് ഫോർ നത്തിങ് ഡിയർ മേരി, മൈ ലൈഫ് ഈസ് ഇൻ മൈ ഫാദേഴ്സ് ഹാൻഡ്സ്. നീ എന്തിനെക്കുറിച്ചും ഭാരപ്പെടണ്ട. എൻ്റെ ജീവിതം എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യേശു അവിടെ വന്നു. അവരുടെ കൂടെ അവിടെ അത്താഴത്തിനിരുന്നു. അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു, നമുക്കറിയാം. പക്ഷെ മേരിയുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത. ഇത് നേരത്തെ ഞാൻ വന്ന് കണ്ട യേശു അല്ല. അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷാദമുണ്ട്. യേശുവിൻ്റെ ഉള്ളിൽ ഒരു വലിയ ആത്മസംഘർഷം നടക്കുന്നെന്നുള്ളത് മേരി അവളുടെ ആത്മാവിൽ മനസ്സിലാക്കി. അവൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി.
പക്ഷെ അവൾക്കറിയില്ല യേശു ക്രൂശിക്കപ്പെടാൻ പോവുകയാണെന്നുള്ള വിവരമൊന്നും അറിയില്ല. പക്ഷെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ, ഒരു ബോധ്യം അവളുടെ ഉള്ളിലുണ്ടായി. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ആത്മബോധ്യം അവളുടെ ഉള്ളിലുണ്ടായതിൻ്റെ ഫലമായി അവൾ ഒരു വലിയ പ്രവൃത്തി അന്ന് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവളുടെ ആത്മാവിൽ അത് മനസ്സിലായപ്പോൾ, യേശു മരിക്കുവാനായിട്ട് പോവുകയാണെന്നുള്ള ഒരു ചിന്ത അവളുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ, തന്നെ ഇത്രമാത്രം സ്നേഹിച്ച, തൻ്റെ കുടുംബത്തെ ഇത്രമാത്രം കരുതിയ, സ്നേഹിച്ച ഈ യേശുവിന് കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും നല്ലത് എനിക്ക് കൊടുക്കണം എന്നൊരു തീരുമാനം അവൾ എടുത്തു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഈ മേരിയെക്കുറിച്ച്. മേരി അവിവാഹിതയായ ഒരു യുവതിയായിരുന്നു. അവളും അവളുടെ സഹോദരനായ ലാസറും മാർത്തയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. ആ വീടിനെക്കുറിച്ച് മാർത്തയുടെ ഭവനമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാർത്തയ്ക്കും ഭർത്താവ് ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. ഇവരുടെ മാതാപിതാക്കളെക്കുറിച്ചൊന്നും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവർ ഈ 3 സഹോദരങ്ങൾ ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കുകയായിരുന്നു. യഹൂദന്മാരുടെ കസ്റ്റം അനുസരിച്ച്, നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഒരു വരന് അല്ലെങ്കിൽ വരൻ വധുവിന് കൊടുക്കുന്ന സമ്മാനമാണ് സ്ത്രീധനം. നമ്മുടെ നാട്ടിലെ പോലെയല്ല. വരൻ വധുവിന് കൊടുക്കുന്ന സമ്മാനമാണ് സ്ത്രീധനം. എന്നാൽ അതേസമയം വധുവിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള സമ്മാനം ആ വിവാഹ ദിവസത്തിലേക്ക് അവർ കരുതി വയ്ക്കാറുണ്ട്. ഞാൻ ചിന്തിക്കുന്നു, മറിയ അന്ന് പൊട്ടിച്ച ആ സുഗന്ധ കുപ്പി, അതിൻ്റെ വിലയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 300 വെള്ളിക്കാശ് വിലയുള്ളതായത്. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ്റെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ കൂലിയാണ് 300 വെള്ളിക്കാശ്. അപ്പോൾ ഒരു വർഷം മുഴുവനും അധ്വാനിച്ചാൽ കിട്ടുന്ന വേതനം കൊണ്ട് വാങ്ങിയ, അപ്പം ഞാൻ പറയുന്നത്, അവൾ എത്ര ദിവസങ്ങൾ കൊണ്ട്, ഒരുപക്ഷെ വർഷങ്ങളെടുത്ത് അവൾ സ്വരൂപിച്ച് വെച്ച പണം കൊണ്ട് വാങ്ങി വെച്ച ഒരു സമ്മാനമായിരുന്നത്. എന്തിനാ? തൻ്റെ വിവാഹ ദിവസത്തേക്ക് അവളത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അന്ന് അവളൊരു തീരുമാനമെടുത്തു, എൻ്റെ ഗുരുവിൻ്റെ പാദത്തിങ്കൽ ഒഴിക്കാൻ പോവുകയാണെന്ന് അവളൊരു തീരുമാനമെടുത്തു. അവളെ വിവാഹം കഴിച്ചയക്കാൻ അവൾക്കിപ്പോൾ ഒരു പിതാവില്ല. അവളുടെ വിവാഹം നടക്കുമോ ഇല്ലയൊന്നും അറിയത്തില്ല. ഏതെങ്കിലും സമയത്ത് വിവാഹം നടന്നേക്കാം. അതിനുവേണ്ടി അവൾ ഒരുക്കി വെച്ചിരുന്നതാ. പക്ഷേ അവളൊരു തീരുമാനമെടുത്തു, ഇല്ല, ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല, ഇതെൻ്റെ കർത്താവിന് വേണ്ടിയുള്ളതാ. അവൻ്റെ പാദപീഠത്തിങ്കൽ ഞാനിത് ഒഴിക്കുമെന്ന് അവളൊരു തീരുമാനമെടുത്തു. ആ സുഗന്ധം ഒഴിച്ചു വെച്ചിരുന്ന കുപ്പിയെക്കുറിച്ച് പറയുന്നത്, വേറൊരു സുവിശേഷത്തിൽ പറയുന്നത് വെൺകൽ ഭരണിയിൽ നിന്ന്, ഇറ്റ് വാസ് എ ബോട്ടിൽ ഓഫ് വൈറ്റ് മാർബിൾ. അത് പൊട്ടിച്ചാണ് അവളത് ഒഴിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇത്രമാത്രം ഒരു സ്നേഹപ്രകടനം നടത്തുവാൻ തക്കവണ്ണം മേരിക്ക് എങ്ങനെ ഇടയായി തീർന്നു. നമ്മളിപ്പോൾ പാടിയല്ലോ, ഒടുവിൽ അതിന് മുമ്പായിട്ട് പാടിയ പാട്ട്, ആ ദൈവ സ്നേഹമേ എന്നൊരു പാട്ട് നമ്മൾ പാടിയില്ലേ? പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ തന്ന സ്നേഹത്തെ ഓർക്കുമ്പോൾ അവന് ചെയ്യുന്നതൊന്നും വലുതല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെത്ര കൊടുത്താലും, എത്രമാത്രം സ്നേഹിച്ചാലും അവൻ തന്ന സ്നേഹത്തിന് അതൊന്നും പകരമാവുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ മറിയ ആ വെൺകൽ ഭരണി, സുഗന്ധദ്രവ്യം, സ്വച്ഛ ജഡാമാംസി തൈലം, അത് പൊട്ടിച്ച് അവൻ്റെ പാദപീഠത്തെങ്കിൽ ഒഴിച്ച് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മറുവശത്ത് നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ ഇതാ ചിലരിരുന്ന് പിറുപിറുക്കുക, അവർ കുശുകുശിക്കുക. അവർ പറയുകയാണ്, ഇവളെന്തുവായി കാണിക്കുന്നത്? വാട്ട് എ വേസ്റ്റ്, എന്തൊരു പാഴ്ചിലവ്, വാട്ട് ആൻ എക്സ്ട്രാവഗന്റ്, എക്സോബിറ്റന്റ്, അൺനെസസറി ഡിസ്പ്ലേ ഓഫ് ഇമോഷൻ. ഇത്രമാത്രം വികാരപ്രകടനം കാണിക്കണോ? ആരാധനയിൽ ഇത്രമാത്രം വികാരപ്രകടനം കാണിക്കണോ? നമ്മൾ ചിന്തിക്കാറുണ്ട്. ചിലരൊക്കെ ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, ഇത്രയും വലിയ ഇളക്കത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷെ ഇവളിതാ അതൊന്നും, അവരുടെ ഒന്നും വിമർശനമോ അവരുടെയൊക്കെ തുറിച്ചു നോട്ടമോ ഒന്നും അവളെ ബാധിക്കുന്നതേ ഇല്ല. അവളുടെ പ്രിയപ്പെട്ടവൻ്റെ പാദപീഠത്തിങ്കൽ അവൾ സ്വരൂപിച്ചു വെച്ചിരുന്ന, അവളുടെ വിവാഹ ദിവസത്തിന് വേണ്ടി അവൾ സ്വരൂപിച്ചു വെച്ചിരുന്ന ആ തൈലക്കുപ്പി അവൾ പൊട്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇരുന്നവർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും,
Why a whole bottle when a few drops would have been enough? സ്തോത്രം. കുറച്ച് തുള്ളി ഒഴിച്ചാൽ പോരായിരുന്നു, എന്തിനാ ഈ കുപ്പി മുഴുവനും കൂടെ യേശുവിൻ്റെ പാദപീഠത്തിൽ ഒഴിച്ചത്? Why break the jar when it could have easily been poured? എന്തിനാ ഈ കുപ്പി പൊട്ടിച്ചത്? അതിനകത്ത് തുറന്നിട്ട് അടപ്പ് തുറന്നിട്ട് അങ്ങ് ഒഴിച്ചാൽ പോരായിരുന്നു? വിമർശിക്കാൻ നമ്മളെല്ലാവരും മിടുക്കരാ. അവിടെയും വിമർശനങ്ങൾ ധാരാളം ഉണ്ടായി. ഇനി ഒടുവിലായിട്ട് വേറൊരു വിമർശനം, ഇതൊന്നും പോരാഞ്ഞിട്ട് അവൾ തലമുടിയെല്ലാം കൂടെ അഴിച്ചിട്ടിട്ട് പരസ്യമായിട്ട് ആ മുടി കൊണ്ട് അവൻ്റെ പാദപീഠം തുടയ്ക്കുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, അവിടെ നിന്നവർക്ക്, എന്നെപ്പോലുള്ളവർക്ക്, ഇത്തിരി ഡിസിപ്ലിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, എല്ലാം നല്ല ചന്തമായി ഉചിതമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്നേഹപ്രകടനം കണ്ടപ്പോൾ ഇച്ചിരി അസ്വസ്ഥതയുണ്ടായി. യേശുവിൻ്റെ പാദം അവൾ ചുംബിക്കുകയാണ്. ആ സുഗന്ധദ്രവ്യം, അതിൻ്റെ സൗരഭ്യം ആ അന്തരീക്ഷം മുഴുവനും അങ്ങോട്ട് പരക്കാൻ തുടങ്ങി. എല്ലാവരും നിശബ്ദരായിട്ടിരുന്ന് അവളുടെ ഈ ആരാധന, അവളുടെ ഈ സ്നേഹപ്രകടനം ദർശിച്ചുകൊണ്ടിരിക്കുക. ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് അവളുടെ തേങ്ങൽ ആളുകൾക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന വേറൊരാളുണ്ട്, ഈ യൂദ. അവൻ ചിന്തിക്കുകയാണ്, ഈ യേശു എന്താണ് അവളോടൊന്നും പറയാത്തത്? ഇത് നിർത്ത് മേരി, ഇത് നിർത്ത്, നീ കാണിക്കുന്നത് ശരിയല്ല എന്താ ഈ കർത്താവ് പറയാത്തതെന്ന് യൂദ ചിന്തിച്ചു. അവൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൗരഭ്യമോ അവൾ ചെയ്ത ആ വലിയ പ്രവൃത്തിയോ ഒന്നുമല്ല, അതിൻ്റെ വിലയിലായിരുന്നു അവൻ്റെ നോട്ടം. അവനാ പറഞ്ഞത്, 300 വെള്ളിക്കാശിന് ഇത് വിൽറ്റിട്ട് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. നമുക്കറിയാം അവൻ എന്തിനാ പറഞ്ഞത്, ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് പണസഞ്ചിയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എംബസിലിംഗ് അവൻ്റെ ഒരു സ്വഭാവമായിരുന്നു. പ്രിയമുള്ളവരെ, അതിലായിരുന്നു അവൻ്റെ ശ്രദ്ധ. പലപ്പോഴും നമ്മളും ഇതുപോലല്ലേ, ആരാധിക്കുന്ന സമയത്ത് ദൈവമക്കൾ ദൈവത്തെ സകലതും മറന്ന് ആരാധിക്കുമ്പോൾ നമ്മൾ പലരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വിമർശന ബുദ്ധിയോടുകൂടി. നമ്മളുടെ ചിന്തകൾ മറ്റു പലതിലേക്കും മാറിപ്പോകാറുണ്ട്. എന്നാൽ ആരാധിക്കുന്ന ദൈവപൈതല് അവനും ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ മറ്റു വിമർശനങ്ങളൊന്നും അവനെ ബാധിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആരാധന മറിയ നമുക്കൊരു ആരാധനയുടെ ഒരു നല്ലൊരു എക്സാമ്പിളാണ് കാണിച്ചു തരുന്നത്. സ്തോത്രം. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് അവൾക്ക് വിഷയമല്ല. ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. അവൻ എനിക്ക് വേണ്ടി ചെയ്തതോർത്താൽ, ആമേൻ, ഞാൻ അവനെ എങ്ങനെ ആരാധിക്കാതിരിക്കും? എനിക്കുള്ളതെല്ലാം കൊടുത്ത് ഞാൻ അവനെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ലീവ് ഹർ അലോൺ, അവളെ വെറുതെ വിടുക. എന്നിട്ട് യൂദാസിനെ ഒന്ന് നോക്കി. യേശുവിൻ്റെ നോട്ടം യൂദാസിൻ്റെ ഉള്ളിലേക്ക് തറച്ചു ചെന്നു. അവൻ അസ്വസ്ഥതയോടെ ഒന്ന് ഇളകിയിരുന്നു. എന്നിട്ട് അവൻ മറ്റു ശിഷ്യന്മാരെ നോക്കി. അവരൊക്കെ മുഖം മാറ്റിക്കളഞ്ഞു. ആരും അവൻ്റെ കൂടെ നിൽക്കുന്നില്ല. അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. യേശുവിൻ്റെ നോട്ടം അവനിൽ ഒരു വ്യത്യാസവും വരുത്തിയില്ല. അവനൊരു തീരുമാനമെടുത്തു, ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അവൻ നേരത്തെ ആലോചിച്ച് വെച്ചിരുന്നത് ചെയ്യാനായിട്ട് അവൻ തീരുമാനിച്ചു. ഈ പ്രവൃത്തിയെല്ലാം കണ്ടിട്ടും യേശു അനങ്ങാതിരുന്നപ്പോൾ ഹി സിമെന്റഡ് എ ഡീൽ. അവൻ്റെ ഉള്ളിൽ അവനെ നേരത്തെ ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു കരാർ ഉറപ്പിച്ചു. അവനോട് തന്നെ പറഞ്ഞു, ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല. അവൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ചിലതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അവനെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു രാജ്യം സ്ഥാപിക്കും, ആ രാജ്യത്തിലെ വലിയ മന്ത്രിയോ ഫൈനാൻസ് മിനിസ്റ്ററോ ഒക്കെ ആകാമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല, യേശു മരിക്കാൻ പോവുക എന്നൊക്കെ പറയുന്നപ്പോൾ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുന്നു എന്ന് മനസ്സിലായപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ നേരെ ഇറങ്ങി എങ്ങോട്ടാണ് പോയതെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈ സംഭവം, അതായത് മറിയ യേശുവിൻ്റെ പാദപീഠത്തിൽ വീണ് ആരാധിച്ച ഈ സംഭവം പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിലാണ് പറയുന്നത്, ഉടനെ യൂദ അവിടുന്ന് പുറപ്പെട്ടു പോയിട്ട് എവിടെ ചെന്നു? മഹാപുരോഹിതന്മാരുടെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ അവനെ കാണിച്ചു തരാം, എനിക്ക് 30 വെള്ളിക്കാശ് തന്നാൽ മതിയെന്ന്. നോക്കി, സീ ദ ചേഞ്ച്. ഇവിടെ ഒരുവൾ ആരാധിക്കുന്നു, സകലതും മറന്ന്, സകലതും അവൾക്കുള്ളതെല്ലാം പൊട്ടിച്ചാരാധിക്കുന്നു. മറ്റൊരുത്തൻ അതിൻ്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് പോയി
അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി പോകും. നമുക്കറിയാം യേശുവിനെ ഈ യൂദ ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശിനാണ്. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു ദാസൻ്റെയോ ദാസിയുടെയോ വിലയെന്ന് പറയുന്നത് 30 വെള്ളിക്കാശാണ്. അപ്പം യേശുവിനെ, കർത്താവിനെ യൂദ ഒറ്റിക്കൊടുത്തത് ഒരു ദാസൻ്റെ, ഒരു അടിമയുടെ വിലയായ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. എന്നാൽ എന്നെ സന്തോഷിപ്പിച്ച, എന്നെ ചിന്തിപ്പിച്ച വിഷയം അതല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ 10 ഇരട്ടി വിലയുള്ള പെർഫ്യൂമാണ് ആര് പൊട്ടിച്ചൊഴിച്ചത്? മറിയ പൊട്ടിച്ചൊഴിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് അങ്ങനെയാണ്. അവന് വേണ്ടി കൊടുക്കുമ്പോൾ ആരാധന, ഞാൻ പറയുന്നത് ആരാധന അവന് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള ആരാധനയായിരിക്കണം. യേശുവിന് കൊടുക്കുമ്പോൾ നിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആരാധന. 30 വെള്ളിക്കാശിന് ഇതാ ഒരുവൻ ഈ യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ, 30 വെള്ളിക്കാശ് വാങ്ങിച്ച് അവൻ പോക്കറ്റിലിട്ടപ്പോൾ, തൻ്റെ വിലയേറിയ 300 വെള്ളിക്കാശ് വിലയുള്ള സുഗന്ധദ്രവ്യം യേശുവിൻ്റെ പാദത്തിങ്കൽ പൊട്ടിച്ചൊഴിക്കുന്ന ഒരു സഹോദരി. ഈ മറിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവളൊരു പൊതുവെ ഒരു ശോകപ്രകൃതക്കാരിയായിരുന്നു. വളരെ ചിന്താവിഷ്ടയായ മേരി എന്നൊക്കെ നമുക്ക് വിളിക്കാം. ചിന്താമഗ്നയായ, എപ്പോഴും അവൾ വിഷമിച്ചിരിക്കും. നമുക്കൊരു സംഭവം നിങ്ങളോട് ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കാം. ഈ ലാസർ മരിച്ചു, യേശു വന്നില്ല, അറിയിച്ചിട്ടും വന്നില്ല. അങ്ങനെ വിഷമിച്ച് എല്ലാവരും കൂടി വീട്ടിലിരുന്ന് ആ ഒരു വിലാപ ഭവനത്തിലിരിക്കുമ്പോൾ യേശു വന്നു. യേശു വന്ന വിവരം അറിഞ്ഞപ്പോൾ ഉടനെ ആരെ ഓടിച്ചെന്നു? മാർത്തയെ ഓടിച്ചെന്നു. മറിയ ഇരുന്നിടത്ത് തന്നെ ഇരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ അവൾ അങ്ങനെ ഇരുന്നത്? അവൾ വളരെ ഗ്ലൂമി ആയിട്ടുള്ള, മൂടിയായിട്ടുള്ള ഒരു പെങ്കൊച്ചായിരുന്നു. ഒരു ദുഃഖം, അവളുടെ സഹോദരൻ മരിച്ചുപോയ ദുഃഖം 4 ദിവസം കഴിച്ചിട്ടും അവൾക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവളങ്ങനെ ഒരു ഡിപ്രഷൻ മൂഡിൽ അങ്ങനെ കഴിയുക. യേശു വന്നെന്നറിഞ്ഞിട്ടും അവൾ എഴുന്നേറ്റ് പോയില്ല. പിന്നെ മാർത്ത വന്നിട്ട് ഗുരു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് പോയത്. അപ്പോൾ പൊതുവെ ഒരു ശോകപ്രകൃതക്കാരിയായിരുന്നു. ഷി വാസ് കോണ്ടംപ്ലേറ്റീവ് ബൈ നേച്ചർ. പക്ഷേ അവളിൽ ഒരു വലിയ വ്യത്യാസം ഈ സമയത്ത് കാണുന്നുണ്ട്. യേശുവിന് സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ച് ഒരു ബോധ്യം അവളുടെ ഉള്ളിൽ, ഒരു തോന്നൽ അവളുടെ ഉള്ളിൽ വന്നപ്പോൾ അവളുടെ സ്വഭാവം അനുസരിച്ച് അവൾ എന്ത് ചെയ്യേണ്ടതായിരുന്നു? ദുഃഖിച്ചൊരിടത്ത് മാറിപ്പോയി ഇരിക്കേണ്ടവളായിരുന്നു. പക്ഷേ ഇവിടെ ഇതാ മറിയയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവൾ ആ അവസരത്തിനകത്ത് ഉയർന്നു. അവൾ സ്വതവേ ദുഃഖിച്ചിരിക്കുന്നതിന് പകരം അവൾ എന്ത് ചെയ്തു? എൻ്റെ യേശു മരിക്കാൻ പോവുകയാണെങ്കിൽ അവന് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും നല്ലത് ഞാൻ അവന് വേണ്ടി ചെയ്യുമെന്നൊരു തീരുമാനം അവൾ എടുക്കുക. ഇതെങ്ങനെ ഈ മേരിയിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി? എങ്ങനെ ഈ പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടായി? ഞാൻ പൊതുവെ ഒരു ദുഃഖപ്രവർത്തിക്കാരൻ. പണ്ടൊക്കെ ഈ ശോകഗാനം കേട്ടോണ്ടിരിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഇപ്പോഴും കേൾക്കുന്ന വല്ല പാട്ട് കേൾക്കുകയാണെങ്കിൽ ശോകഗാനമൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. നമ്മുടെ എല്ലാം ഓരോ ടെമ്പറമെൻ്റ് ഉണ്ട്. ചിലർക്ക് അടിപൊളിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് ശോകമായിരിക്കും ഇഷ്ടം. മറിയ ഒരു ശോകപ്രകൃതക്കാരിയായിരുന്നു. പക്ഷേ അവളെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് അവൾ സ്വയം മാറിയതാ. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ട് 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 അവൾക്കൊരു രൂപാന്തരം. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും സ്വതവേയുള്ള പ്രകൃതത്തെ മാറ്റുവാൻ ഈ യേശുവിന് കഴിയും. അതിനൊരു കൗൺസിലിങ്ങിനും കഴിയത്തില്ല, അതിനൊരു കോഴ്സിനും കഴിയത്തില്ല. യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ, അതായത് ദൈവവചനം ധ്യാനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതല് അവൻ്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ അവളുടെ ബലഹീനതകളുടെ, അവളുടെ വ്യക്തിത്വത്തിൻ്റെ ബലഹീനതകളെ വരെ മാറ്റുവാൻ തക്കവണ്ണം ശക്തിയേറിയതാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അവൾ മാറി. അവളിപ്പോൾ അവസരത്തിന് ഉയരുകയാണ്. അവൾ യേശുവിനെ ശുശ്രൂഷിക്കാനായിട്ട്, യേശുവിന് ചെയ്യേണ്ടതിൻ്റെ തനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും നല്ലത് ചെയ്യുവാൻ അവളിതാ തയ്യാറാകുകയാണ്. അവൾ അവൻ്റെ പാദപീഠത്തിങ്കൽ വീണ് ആരാധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ യൂദായ്ക്കും ബലഹീനതകളുണ്ടായിരുന്നു. ആർക്കാണ് ബലഹീനതകൾ ഇല്ലാത്തത്? മറിയയുടെ ബലഹീനതയാണ് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത്. യൂദയുടെ ഒരു ബലഹീനത എന്താണെന്നറിയായിരുന്നോ? അത് യേശുവാണ് നന്നായിട്ട് ഈ യൂദയുടെ ബലഹീനത അറിഞ്ഞത്. അവന് ഈ പണത്തോടുള്ള അവൻ്റെ ആർത്തി, അതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടി യേശു ഒത്തിരി ശ്രമിച്ചു. അതിനെ കൂടെ കൊണ്ടു നടന്നു. ഇതൊക്കെ ഇവൻ്റെ ഈ സ്വഭാവം അറിഞ്ഞുകൊണ്ടാ യേശു അവനെ കൂടെ കൂട്ടിയത്. നമ്മുടെയൊക്കെ സ്വഭാവം അറിഞ്ഞുകൊണ്ടല്ലയോ നമ്മളെ കർത്താവ് കൊണ്ടു നടക്കുന്നത്. സ്തോത്രം.
ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എന്നെപ്പോലുള്ള ഒരുവനെ സ്നേഹിക്കാൻ ഈ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മളെപ്പോലുള്ളവരെ സ്നേഹിക്കാൻ. ഇവിടെ മോനെ ലീഡ് ചെയ്ത സമയത്ത് പറഞ്ഞല്ലോ, നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ സഹോദരങ്ങൾക്കോ ഒന്നും നമ്മളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ ഉള്ളതുപോലെ നമ്മളെ ഉള്ള അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. യൂദായെ യേശു സ്നേഹിച്ചു. സ്നേഹിതാന്ന് അവനെ വിളിക്കുന്നത്. അവനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒത്തിരി ശ്രമിച്ചു. പക്ഷേ അവനൊത്തിരി അവസരങ്ങൾ കൊടുത്തു, അവനെ ട്രഷററാക്കി. പക്ഷേ യൂദ റിമെയിൻഡ് അൺചേഞ്ച്ഡ്. അവനൊരു മാറ്റവും വന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് ഒരു മാറ്റവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ അപകടത്തിലേക്കാണ് പോകുന്നത്. Imagine spending 3 years of your life with the Messiah, yet walking away more or less the same or even worse than when you started. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനിത് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ ചിന്തിച്ചു, 3 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ട് അവന് മാറ്റം വന്നില്ല. 30 വർഷമായിട്ട് നടക്കുക ഞാൻ. എന്ത് മാറ്റമാണ് എന്നിൽ വന്നത്? എന്നിടയ്ക്ക് നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ യേശുവിനെ കണ്ടെത്തിയ നാൾ മുതൽ ഇന്ന് വരെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങളിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടോ? അതോ ഈ യൂദായെ പോലെ നിങ്ങൾ പണ്ടത്തേതിലും വേഴ്സാണോ? ക്രിസ്ത്യാനിയാ, വിശ്വാസിയാ, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ സാരമായ കാതലായ മാറ്റങ്ങൾ വന്നിട്ടില്ല എങ്കിൽ, യേശുവിൻ്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ സ്വാംശീകരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, യേശുവിൻ്റെ മനസ്സ് എനിക്കില്ല എങ്കിൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്താ അതിൻ്റെ കാരണം? It can happen to any of us if we don't settle once and for all the question of Christ's lordship in our lives. കൂടെ നടന്നിട്ടും യേശു അവൻ്റെ കർത്താവായില്ല. അവന് യേശു വെറും യേശു മാത്രമായി. Jesus never became his Lord. He did not accept the lordship of Jesus in his life. എൻ്റെ ജീവിതത്തിൻ്റെ ലോർഡ്, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി, എൻ്റെ ജീവിതത്തെ കർത്തൃത്വം ചെയ്യുന്നവൻ, എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നവൻ യേശു ആയിട്ട് മാറാതിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാവത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്ട്രഗിളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. യൂദായുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതിൻ്റെ കാരണം അവൻ ഒരിക്കലും യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ യേശുവിൻ്റെ കർത്തൃത്വത്തിന് നിങ്ങൾ കീഴ്പ്പെട്ടിട്ടുണ്ടോ? Is the Lord your master of your life? Is Jesus the Lord of your life? നിന്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം, നിന്റെ ജീവിതത്തെ നയിക്കുന്നത്, നിന്റെ ജീവിതത്തെ ഭരിക്കുന്നത് യേശുവാണോ? എങ്കിൽ രൂപാന്തരം ഉണ്ടാകും. മറിയയ്ക്കുണ്ടായതുപോലെ. യേശു അല്ലയോ? ആരാധനയുണ്ട്, പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ യേശു കർത്താവായി മാറിയില്ല എങ്കിൽ യൂദായ്ക്കുണ്ടായ അതേ ദുരന്തം, ആ ദുരന്തത്തിലേക്ക് ഞാനും നിങ്ങളും അടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടുപേരുടെ സ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് ചിന്തിക്കാം. മേരിയുടെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഇറ്റ് വാസ് എക്സ്ട്രവഗന്റ് ലവ്. അവളുടെ സ്നേഹം അമിതമായ, സമൃദ്ധമായ, ധാരാളമായ സ്നേഹമായിരുന്നു. വാരിക്കോരി സ്നേഹിക്കുന്നവളായിരുന്നു അവൾ. പക്ഷേ യൂദ എങ്ങനെയായിരുന്നു അറിയാമോ? യൂദ ഇങ്ങനെ പിശുക്കോടുകൂടി സ്നേഹിക്കുന്നവനാണ്, ലുബ്ധനായ ഒരു സ്നേഹിക്കുന്നവനാണ്. അവൻ സ്നേഹം കൊടുക്കത്തില്ല. എന്നാ മറിയോ വാരിക്കോരി സ്നേഹിക്കുന്നു. കാരണം എന്താ? തന്നെ വാരിക്കോരി സ്നേഹിക്കുന്നവനെ എങ്ങനെ തിരിച്ചങ്ങനെ സ്നേഹിക്കാതിരിക്കും? മേരിയുടെ ട്രഷർ എന്ന് പറയുന്നത്, അവളുടെ നിക്ഷേപം അവളുടെ ആടയാഭരണങ്ങളോ അവളുടെ സുഗന്ധദ്രവ്യങ്ങളോ ഒന്നുമല്ലായിരുന്നു. പിന്നെയോ, Mary's treasure was not in her trousseau. Her hope didn't lie in what she could get from Jesus. Her joy lay in what she could give. യേശുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതല്ലായിരുന്നു അവളുടെ പ്രതീക്ഷ, അവളുടെ പ്രത്യാശ. ചിന്തിക്കണേ,
നമുക്കെല്ലാവരും നമ്മളെന്തിനാ ആരാധിക്കുന്നത്, നമ്മളെന്തിനാ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഹെർ ഹോപ്പ് ഡിഡ് നോട്ട് ലൈ ഇൻ വാട്ട് ഷീ കുഡ് ഗെറ്റ് ഫ്രം ജീസസ്. യേശുവിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, അതിനുവേണ്ടി യേശുവിൻ്റെ പിന്നാലെ നടക്കുക, സ്നേഹം അഭിനയിച്ചുകൊണ്ട്. അതല്ലായിരുന്നു മേരി. ഈ മേരിയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാൻ എന്തിനാണ് യേശുവിനെ സ്നേഹിക്കുന്നത്? വൈ ഡു ഐ ലവ് ജീസസ്? ബിക്കോസ് ഐ വോണ്ട് ടു ഗെറ്റ് സംതിങ് ഫ്രം ജീസസ്. ദാറ്റ്സ് മൈ പേഴ്സണൽ മോട്ടീവ്, അല്ലേ? എൻ്റെ വ്യക്തിപരമായ എൻ്റെ മോട്ടീവ് അതാ. പണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ഈ ചോദ്യം ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ നിൻ്റെ പിന്നാലെ നടന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്ന് നമ്മൾ ഇത് തന്നെയല്ല ചിന്തിക്കുന്നത്, എന്ത് കിട്ടും? എന്നാൽ മേരിയോ, ഹെർ ജോയ് ലേ ഇൻ വാട്ട് ഷീ കുഡ് ഗിവ്. അവളുടെ സന്തോഷം എന്ത് കിട്ടുന്നതിലല്ല, അവന് വേണ്ടി എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും, അതിലായിരുന്നു അവൾ സന്തോഷം കണ്ടെത്തിയത്. അതാ നമ്മൾ ഇന്ന് കണ്ടത്. അവൾക്കുണ്ടായിരുന്നത് യേശുവിന് കൊടുത്ത് അവൾ സന്തോഷിക്കുക. യേശുവിൽ നിന്ന് വാങ്ങി സന്തോഷിക്കുകയല്ല, യേശുവിന് കൊടുത്ത് സന്തോഷിക്കുക. എന്നാൽ യൂദാസിനോ, ഓൺ ദ അതർ ഹാൻഡ്, ജൂഡാസ് വാസ് ആഫ്റ്റർ ഓൾ ഹി കുഡ് ഗെറ്റ് ഫ്രം ജീസസ്. This is the first difference between a love that is extravagant and a heart that is mean and tight-fisted. നമ്മളതിനെ ഒന്ന് പരിശോധിക്കുക. എൻ്റെ സ്നേഹം എങ്ങനെയാ? Is it extravagant love or tight-fisted love? മേരിക്കൊരു നന്ദി നിറഞ്ഞ ഹൃദയമുണ്ടായിരുന്നു. കാരണം അവളുടെ ജീവിതത്തിൽ, അവളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ, അവളുടെ സഹോദരൻ്റെ ജീവിതത്തിലൊക്കെ ചെയ്തത് ഓർക്കുമ്പോൾ അവളുടെ ഹൃദയം നന്ദി കൊണ്ടിങ്ങനെ, it was brimming with gratitude. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നന്ദി നിറഞ്ഞ് കവിയുന്നൊരു അനുഭവം ഉണ്ടോ പ്രിയമുള്ളവരെ? ഈ നന്ദി നിറഞ്ഞു വരുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോകും. ആ അനുഭവം ഉണ്ടോ? മറിയയുടെ ഉള്ളിൽ നന്ദി ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു വന്നു. അതാണ് അവൾ കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദം തുടച്ചു. അവൾ ആ സുഗന്ധദ്രവ്യം നോക്കിയാൽ നന്ദിയാ. ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ ഈ നന്ദി നിറഞ്ഞ് കവിഞ്ഞൊഴുകണം. ബട്ട് ജൂഡാസ് ഹാഡ് എ ഹാർട്ട് ഓഫ് ഗ്രീഡ്. പക്ഷെ യൂദാസിൻ്റെ ഹൃദയം എങ്ങനത്തെയാണെന്നറിയാമോ? ആർത്തിയാ. ആർത്തി. വേണം, എനിക്ക് കിട്ടണം, എനിക്ക് പലതും നേടിയെടുക്കണം, വെട്ടിപ്പിടിക്കണം, എനിക്ക് പലതും ആയിത്തീരണം. യേശുവിൻ്റെ പിന്നാലെ നടന്ന് എനിക്ക് പലതും ആയിത്തീരണം. ആ ജൂഡാസിൻ്റെ സ്വഭാവം നമ്മളിലൊക്കെ ഉണ്ട്, അല്ലേ? യേശുവിൻ്റെ പിന്നാലെ നടന്ന് എനിക്ക് ചിലതൊക്കെ നേടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 6:6 പറയുന്നത്, ഗോഡ്ലിനെസ് വിത്ത് കണ്ടെന്റ്മെന്റ് ഈസ് ഗ്രേറ്റ് ഗെയിൻ. സംതൃപ്തിയോടുള്ള ദൈവഭക്തി വലിയ നേട്ടമാണ്. ഹല്ലേലൂയ. ഉള്ളത് മതി പ്രിയമുള്ള. യേശുവിൻ്റെ പിന്നാലെ നടന്നു സമ്പാദിക്കാൻ വേണ്ടിയോ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയോ ഒന്നും യേശുവിൻ്റെ പിന്നാലെ പോകല്ലേ. നിനക്ക് വേണ്ടതെല്ലാം അവൻ തരുവാൻ മതിയായവനാ. അവൻ നിന്നെ മാനിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ആവശ്യങ്ങൾ അവൻ നിറവേറ്റി തരും. പക്ഷേ നിന്റെ മോട്ടീവ് എന്തെങ്കിലും യേശുവിൽ നിന്ന് നേടുന്നതിന് വേണ്ടി ആയിരിക്കരുത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അവൻ്റെ ഈ ഗ്രീഡ് എന്ത് സംഭവിച്ചു? അവൻ ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള അൺഇമാജിനബിൾ ആയിട്ടുള്ള ഒരു വിക്കറ്റ് ഡീഡ് ചെയ്യുവാൻ തക്കവണ്ണം അവനെ ഇടയാക്കി. രണ്ടുപേരുടെയും ഹൃദയം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഞാൻ നിർത്തട്ടെ. മേരി കെയിം വിത്ത് അബാൻഡൻ. മേരി വന്നത് എല്ലാം സമർപ്പിച്ചുകൊണ്ട് വന്നു. ജൂഡാസ് കെയിം വിത്ത് ആൻ അജണ്ട. യൂദാസ് വന്നതോ ഒരു ലക്ഷ്യത്തോടെ, ഒരു അജണ്ട ഇവിടെ വന്നു. മേരി ഹേർഡ് വാട്ട് ജീസസ് വാസ് സേയിങ് ആൻഡ് ഷീ റെസ്പോണ്ടഡ്. യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് യേശു പറഞ്ഞതെല്ലാം കേട്ട് അതിനോട് അവൾ അനുകൂലമായി പ്രതികരിച്ചു. ജൂഡാസ് ഹേർഡ് ബട്ട് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. യൂദ എല്ലാം കേട്ടു, യേശു പറഞ്ഞ എല്ലാ ഉപദേശങ്ങളും കേട്ടു, പക്ഷേ അവനതൊന്നും മനസ്സിലായില്ല. മേരി ഹെൽഡ് നത്തിങ് ബാക്ക്. മേരി ഒന്നും പിടിച്ചു വച്ചില്ല, എല്ലാം വിട്ടുകൊടുത്തു. ആൻഡ് ജൂഡാസ് ഗേവ് നത്തിങ് അപ്പ്. യൂദാസോ ഒന്നും വിട്ടുകൊടുത്തില്ല. യൂദാസ് വാസ് ക്രിട്ടിക്കൽ ഓഫ് മേരി. മേരിയെ വിമർശിക്കുന്നു യൂദാസ്. അവനെ വിമർശിക്കാൻ കാരണം അവൻ്റെ ഈ അത്യാഗ്രഹമാണ്. ആ അത്യാഗ്രഹം മനസ്സിനകത്ത് വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ, നമ്മുടെ ചിന്താഗതി തന്നെ മാറിപ്പോകുന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു വാക്ക് അവിടെ പറഞ്ഞു മുമ്പോട്ട് പോകാം. യൂദാസ് മറിയെ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലേ?
ഈ പാഴ്ചെലവ് എന്തിന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുക. If we find ourselves becoming critical of others, we should stop examining them and start examining ourselves. Amen? Amen. എപ്പോഴെങ്കിലും എൻ്റെ ഉള്ളിലൊരു വിമർശന ബുദ്ധി വരികയാണെങ്കിൽ, ആരെങ്കിലും വിമർശിക്കാൻ, അവരിലെ തെറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രവണത എന്നിൽ ഉണ്ടാവുകയാണെങ്കിൽ, അന്നേരം ഒരു കാര്യം ചെയ്യണം. സ്റ്റോപ്പ് എക്സാമിനിങ് ദാറ്റ് പേഴ്സൺ ആൻഡ് സ്റ്റാർട്ട് എക്സാമിനിങ് yourself. ദൈവവചനത്തിൽ ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്, യൂദാസിൻ്റെ കഥയും മേരിയുടെ കഥയും ഒക്കെ എഴുതി വച്ചിരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. എക്സ്ട്രാവഗന്റ് ലവ് ഈസ് സ്റ്റിൽ റെയർ. ഇന്നും ഇങ്ങനെയുള്ള സ്നേഹപ്രകടനം മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. ചില സമയത്തൊക്കെ നമ്മളും അങ്ങനെ ആരാധിക്കത്തില്ലേ? എക്സ്ട്രാവഗൻ്റ് ദൈവത്തെ അതുപോലെ ആരാധിക്കുമ്പോൾ അത് കാണുന്നവർ നമ്മളെ വിമർശിക്കുന്നവരാ പലരും. അവർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ, ഡോണ്ട് യു തിങ്ക് യു ആർ ഗോയിങ് എ ലിറ്റിൽ ഓവർബോർഡ് വിത്ത് ദിസ് ഗോഡ് സ്റ്റഫ്? ഈ ദൈവകാര്യം എന്ന് പറഞ്ഞ് ഇത്രയും ഓടി നടക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും അങ്ങ് ഉച്ചത്തിൽ സ്തുതിക്കേണ്ട കാര്യമുണ്ടോ? എപ്പോഴും ദൈവമേ, പ്രാർത്ഥന, പാട്ട്, കൂട്ടായ്മ ഇച്ചിരി കൂടുതലാണ് ഇല്ലേ? അങ്ങനെ വിമർശിക്കുന്നവരില്ലേ നമ്മുടെ ഉള്ളിൽ? ഒരു സ്വഭാവം നമ്മളിലുണ്ടോ? വൈ സ്പെൻഡ് സോ മച്ച് ടൈം ഇൻ പ്രെയർ? എപ്പോൾ നോക്കിയാലും അങ്ങ് പ്രാർത്ഥനയാണ്. ചിലർ വിമർശിക്കുന്ന, എപ്പോൾ നോക്കിയാലും അങ്ങ് പ്രാർത്ഥന. ആഫ്റ്റർ ഓൾ ഗോഡ് നോസ് യുവർ ഹാർട്ട്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നില്ലയോ? ഇത്രയും അങ്ങ് നീട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വിമർശിക്കാനുള്ളൊരു പ്രവണത വരുമ്പോൾ, സ്റ്റോപ്പ് എക്സാമിനിങ് ദാറ്റ് പേഴ്സൺ ആൻഡ് സ്റ്റാർട്ട് എക്സാമിനിങ് യുവർ സെൽഫ്. ഞാൻ മുമ്പോട്ട് പോവാം. ഈ യഥാർത്ഥ സ്നേഹം അത് വിലയുള്ളതാണ്, വിലയുള്ളതല്ല, ചെലവുള്ളതാണ്. നമുക്കറിയാം, യഥാർത്ഥ സ്നേഹം, ഒരു അമ്മ കുഞ്ഞിനെ ശുശ്രൂഷിക്കുക, അസുഖമില്ലാതിരിക്കുന്ന, അസുഖമായിട്ട് കിടക്കുന്ന ഒരു കുഞ്ഞ് രാത്രി മുഴുവനും അത് കിടന്ന് കരയുക. ഈ അമ്മ ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുക. അമ്മ എന്തുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്? ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ ആ സ്നേഹത്തിന് അമ്മ ഒരു വില കൊടുക്കുന്നുണ്ട്. എന്തുവാ? അമ്മയുടെ ഉറക്കം. ആ ഉറക്കം നഷ്ടപ്പെടുത്തിയ രാത്രി മുഴുവനും ഇരുന്ന് ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ സ്നേഹം ചെലവുള്ളതാണ്. മേരി യേശുവിനെ സ്നേഹിച്ചത് ചെലവ് ചെയ്ത. നമ്മുടെ സ്നേഹം ചെലവ് ചെയ്ത സ്നേഹമാണോ? ചിലതൊക്കെ നഷ്ടപ്പെടുത്തിയാലേ യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹം എങ്ങനെയുള്ളതാ? ഈസ് ഇറ്റ് എ കൺവീനിയൻറ്റ് ലവ് ഓർ ഈസ് ഇറ്റ് ഗിവിങ് അപ്പ് എവ്രിതിങ് ആൻഡ് ലവിങ് ഹിം അൺകണ്ടീഷണലി? നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ന് പകൽക്കാലം. ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടെ നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഹൗ ഗ്രേറ്റ് ഈസ് ദ ലവ് ദ ഫാദർ ഹാസ് ലാവിഷ്ഡ് ഓൺ us that we should be called children of God. എത്രമാത്രം സ്നേഹം നമ്മുടെ മേൽ വാരി എറിഞ്ഞിരിക്കുന്നു. അതാ ലാവിഷ്. വാക്ക് കേട്ടിട്ടുണ്ടല്ലോ, ലാവിഷ് ലവ്. ദൈവസ്നേഹം ഇറ്റ് ഈസ് ലാവിഷ് ലവ്. മേരിയുടെ സ്നേഹവും ലാവിഷായിരുന്നു. സ്തോത്രം. നമ്മുടെ സ്നേഹം എങ്ങനെയാ? ഇസ് ഇറ്റ് ലാവിഷ് ലവ്? ദൈവസ്നേഹത്തിൻ്റെ ലാവിഷ്നെസ്സിനെ കുറിച്ച് പറയാൻ കാരണം എന്താ? ദൈവം തനിക്ക് ഏറ്റവും വിലയേറിയതാ നമുക്ക് തന്നത്. ആരെയാ? തൻ്റെ പുത്രനായ യേശു, തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നമുക്ക് തന്നു. തൻ്റെ പുത്രനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചുവെങ്കിൽ ഞാൻ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാണോ അവനെ സ്നേഹിക്കുന്നത്? പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മേരി, അവൾ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിച്ചു. അവൾ ഒന്നും പിടിച്ചു വച്ചില്ല, എല്ലാം വിട്ടുകൊടുത്തു. അവൾ വാസ്തവത്തിൽ പൊട്ടിച്ചൊഴിച്ചത് ആ സുഗന്ധക്കുപ്പി അല്ലായിരുന്നു. പ്രിയമുള്ളവരെ, ആ സുഗന്ധദ്രവ്യമല്ലായിരുന്നു. അവളുടെ ജീവിതം തന്നെയാ അവൻ്റെ പാദപീഠത്തിങ്കൽ അവൾ ഒഴുക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഞാൻ യേശുവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ദൈവത്തിന് നമ്മളെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഭാഗികമായിട്ടുള്ള സമർപ്പണം ഭാഗികമായി പ്രയോജനപ്പെടും. പൂർണ്ണമായ സമർപ്പണം ചെയ്തവരെ ദൈവം പൂർണ്ണമായിട്ടെടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് പൊട്ടിച്ചൊഴിക്കുന്നത് അന്നേരം എടുത്ത ഒരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. മേരി എടുത്ത തീരുമാനം കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരിക്കും.
അവൾ ആ കുപ്പി നോക്കി. എൻ്റെ വിവാഹത്തിൽ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ള അവളുടെ വിവാഹത്തിന് വേണ്ടി അവൾ സ്വരൂപിച്ച് വെച്ചിരുന്ന ആ കുപ്പിയിലേക്ക് അവൾ നോക്കി. എൻ്റെ ഭാവനയാണേ. അത് നോക്കിയിട്ട് അവൾ ചിന്തിച്ചിട്ടുണ്ടാവും, യേശു വരുമ്പോൾ അവൻ്റെ പാദപീഠത്തെങ്കിൽ ഇത് പൊട്ടിച്ചൊഴിച്ചാലോ? അത് വേണോ? ഓ, അതിൻ്റെ ആവശ്യമില്ല, ഇത്രയും വിലയുള്ളത് അത് വേണ്ട, അല്ല കൊടുത്തേക്കാം. ഇങ്ങനെ ഒരു 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 എന്താ പറയുന്നത്, ഒരു വടംവലി അവളുടെ ഉള്ളിൽ, ഒരു ടഗ് ഓഫ് വാർ അവളുടെ ഉള്ളിൽ നടന്നു. പക്ഷെ ഒടുവിൽ അവളൊരു തീരുമാനമെടുത്തു. യെസ് ലോർഡ്, ഐ ഗിവ് മൈ ഓൾ, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവളൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ ആ കർത്താവ് ശ്ലാഘിച്ചത്. ലോകമുള്ളിടത്തോളം, ഈ സുവിശേഷം ഉള്ളിടത്തോളം കാലം, ഈ സുവിശേഷം വർണ്ണിക്കുന്നിടത്തോളം, വിവരിക്കുന്ന ഇടത്തെല്ലാം ഇവൾ ചെയ്തതും പ്രസ്താവിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളും അത് ചിന്തിക്കുക. സ്തോത്രം. അങ്ങനെ ലാവിഷായിട്ട് യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട് ഇന്നും മറിയയെ ലോകം ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ വേഗം നിർത്തട്ടെ. അവൾ ചെയ്ത മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവുക. അവൾ ചെയ്തത് ആ സംസ്കാരത്തിൽ, ആ കൾച്ചറിൽ ഒരിക്കലും ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യമല്ല. അവൾ തലമുടി അഴിച്ച് അവൻ്റെ പാദപീഠം തുടച്ചു. നിങ്ങൾക്കറിയാമോ, ഈ മിഡിൽ ഈസ്റ്റേൺ കൾച്ചറിൽ, പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ ഇടയിൽ അത് കൂടുതലാണ്, ഇവിടെയുണ്ട്, തല മുഴുവനും മൂടിയേ അവർ നടക്കത്തുള്ളൂ. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർത്തു, ഞാൻ മസ്കറ്റിൽ കോളേജിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് അവിടെ ആൺപിള്ളേരും പെൺപിള്ളേരും ഉള്ള ക്ലാസ്സാണ്. അപ്പോൾ ഈ പെൺകുട്ടികളെല്ലാം ഈ സ്കാർഫ് തല മുഴുവനും മൂടിയിട്ട്, ഒരു കറുത്ത സ്കാർഫ് കൊണ്ട് കംപ്ലീറ്റ് മറച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ മുഖം മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ചിലർ ക്ലാസ്സിൽ വരുന്നത് ഇവിടെ വേറൊരു സാധനം കൂടെ പിടിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. അവരുടെ മുഖം പോലും അവർ കാണിക്കത്തില്ല. അത്ര ഭയങ്കര കോൺസർവേറ്റീവായിട്ടുള്ള പെൺകുട്ടികളാണ്. അപ്പം ഞാൻ ഒരു ദിവസം ക്ലാസ്സിലോട്ട് കയറി ചെന്നു. എൻ്റെ ടൈമായി, പക്ഷേ ഞാൻ വരുന്നു എന്നുള്ള വിവരം അറിയാതെ ഒരു പെൺകുട്ടി, അവൾ എന്ത് ചെയ്തു, അവളുടെ ഈ സ്കാർഫ് അഴിച്ചിട്ട് അതൊന്നുകൂടെ വീണ്ടും ഒന്നുകൂടെ കെട്ടുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ക്ലാസ്സിലോട്ട് കയറുന്നത്. ഞാൻ അങ്ങോട്ട് കയറുകയും ഞാൻ കണ്ടു, ഈ കൊച്ചിൻ്റെ മുടിയെല്ലാം ഞാൻ കണ്ടു. ഞാൻ അവളുടെ മുടി കണ്ടു എന്ന് അവൾ മനസ്സിലാക്കിയപ്പോൾ അവൾ എന്തോ ഒരു വെപ്രാളം. അവൾ തിരിഞ്ഞ് മാറി നിന്നിട്ട് ഓടി അങ്ങോട്ട് പോയിട്ട് അത് തലയിലെ വീണ്ടും ആ സ്കാർഫ് ചുറ്റിയ രംഗം ഞാനിപ്പോഴും ഓർക്കുക. ഒരു അന്യ പുരുഷൻ്റെ മുൻപിൽ, ഈവൻ സ്വന്തം ഭവനത്തിൽ പോലും പുരുഷന്മാരുടെ മുൻപിൽ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ അവളുടെ മുടി അനാവൃതമാക്കുകയില്ല, കാണിക്കത്തില്ല. അതാണ് അവരുടെ കൾച്ചർ. ഇവിടെ ഈ യഹൂദന്മാരുടെ ഇടയിൽ ഇതേ കൾച്ചറായിരുന്നു. ഒരു സ്ത്രീ, അവിടെ അന്യപുരുഷന്മാരുണ്ട്, അവിടെ ശിഷ്യന്മാരുണ്ട്, അവിടെ വലിയൊരു അത്താഴ സദ്യ നടക്കുകയാണ്, അവിടെ പലരും കൂടിയിട്ടുണ്ട്. അവിടെ അവൾ ചെയ്തത് ഏറ്റവും ഇംപ്രോപ്പറായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവിടെ ഇരുന്നവരെല്ലാം അവളെ വിമർശിച്ചിട്ടുണ്ടാകും. ആ ഒരു പ്രവൃത്തി കൊണ്ട് അവൾ എന്താ ചെയ്തത്? എന്തിനാ അവൾ ആ മുടി അഴിച്ചിട്ടത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ അവൾ ആ മുടി അഴിച്ചത്? അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മളാരെങ്കിലും വിമർശിച്ചേനെയും അല്ലേ? അവിടുത്തെ സംസ്കാരത്തിൽ അവൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അവളെ പിന്നെ ഒരു പുരുഷനും കല്യാണം കഴിക്കത്തില്ല. ബിക്കോസ് ബൈ ഡൂയിങ് ദാറ്റ് ഷീ റൂയിൻഡ് ഹെർ റെപ്യൂട്ടേഷൻ. അവളുടെ മുടി, അവളുടെ കിരീടം, അവളുടെ ഗ്ലോറിയ. ഫോർ എ വുമൺ ഇൻ ദാറ്റ് കൾച്ചർ, her hair is her glory, her hair is her identity, and her hair is her femininity. സ്തോത്രം. അവളുടെ ഐഡൻറ്റിറ്റി, അവളുടെ ഗ്ലോറി, അവളുടെ ഫെമിനിനിറ്റി, അവളുടെ സ്ത്രൈണതയും അവളുടെ വ്യക്തിത്വവും അവളുടെ മഹത്വവും എല്ലാം അവൾ യേശുവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ. നോട്ട് ഓൺലി ദാറ്റ്, ഷീ ഈവൻ റിസ്ക്ഡ് ഹെർ റെപ്യൂട്ടേഷൻ. പിന്നെ അവൾ ആ സമൂഹത്തിൽ അവൾ എന്താ പറയുക, അവൾ പിന്നെ തള്ളപ്പെട്ടവളാണ്, ഒറ്റപ്പെട്ടവളാണ്. അവളെ പിന്നെ ആരും അംഗീകരിക്കത്തില്ല. എനിക്ക് വേണ്ട, നിങ്ങളുടെ അംഗീകാരമല്ല എനിക്ക് വേണ്ടത്, എൻ്റെ യേശുവിൻ്റെ അംഗീകാരമാണ്. അവൾ സമ്പൂർണ്ണമായിട്ട് അവളെ സമർപ്പിച്ചതിൻ്റെ ഒരു തെളിവാണ്, ഒരു അടയാളമാണ് അവൾ ആ മുടി അഴിച്ചിട്ടത്. യേശു അത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതെ ഇങ്ങനെ യേശു ഇരിക്കുക. യേശു ഒരു യഹൂദനാ. ഇത് കാണിച്ച സമയത്ത് യേശു എന്താ അവളോട് പറയാഞ്ഞത്? ചുമ്മാരി, മുടിയും മൂട്,
നീ ഇതൊന്നും ചെയ്യണ്ട, നീ കാണിക്കുന്ന വൃത്തികേടാ. നീ ഇത് സുഗന്ധദ്രവ്യമൊക്കെ ഒഴിച്ചതൊക്കെ കൊള്ളാം, മതി, നീ എന്തിനാ മുടി അഴിച്ചിട്ടത്, കെട്ടടി മുടി എന്നൊന്നും പറഞ്ഞില്ല യേശു. ഞാൻ വിചാരിക്കുന്നു, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, ഞാൻ അറിഞ്ഞ എൻ്റെ യേശു അവളുടെ ഈ പ്രവൃത്തി കണ്ട് അവളെ ഇങ്ങനെ നോക്കി യേശുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ടാവും. ഇങ്ങനെ സ്നേഹിക്കുന്ന, സകലതും സമർപ്പിച്ച് സ്നേഹിക്കുന്ന, സ്വന്തം റെപ്യൂട്ടേഷൻ പോലും അടിയറ വെച്ച് സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ മുമ്പിൽ യേശു പറഞ്ഞ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? അവിടെ പറയുകയാണ്, ലീവ് ഹെർ അലോൺ, ഷീ ബിലോങ്സ് ടു മീ. അവളെ വെറുതെ വിട്, അവൾ എനിക്കുള്ളവളാ. ഇന്നും ഇതുപോലെ സ്നേഹിക്കുന്നവരെ കുറിച്ച് യേശു പറയും, നീ എനിക്കുള്ളവനാ, നീ എനിക്കുള്ളവളാ. നമ്മളെക്കുറിച്ച് അങ്ങനെ കർത്താവ് പറയുമോ? എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഒരിക്കലേ സെൻറ്റ് അഗസ്റ്റിൻ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. Saint Augustine was preaching a sermon in which he proposed a kind of self-test to see if we truly love God. ദൈവത്തെ നാം യഥാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്വയ പരിശോധന നടത്തുവാൻ സദസ്സിനോട് അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു. അതിങ്ങനെയാ, സപ്പോസ് ഗോഡ് പ്രപ്പോസ് ടു യു എ ഡീൽ. ദൈവം നിങ്ങളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുക. എന്നിട്ട് ദൈവം നിങ്ങളോട് പറയുക, നമ്മളോട് പറയുക, ഐ വിൽ ഗിവ് യു എനിത്തിങ് യു വാണ്ട്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. യു ക്യാൻ പൊസസ് ദ ഹോൾ വേൾഡ്. ഈ ലോകം മുഴുവനും നിനക്ക് സ്വന്തമാക്കാം. നത്തിങ് വിൽ ബി ഇംപോസിബിൾ ഫോർ യു. നിനക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല. നത്തിങ് വിൽ ബി എ സിൻ. നീ ചെയ്യുന്നതൊന്നും പാപം അല്ല. നത്തിങ് ഫോർബിഡൻ. നിനക്കൊന്നും നിഷിദ്ധമായിരിക്കുകയില്ല. യു വിൽ നെവർ ഡൈ. നീ ഒരിക്കലും മരിക്കുകയില്ല. യു വിൽ നെവർ ഹാവ് പെയിൻ. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും വേദന ഉണ്ടാകുകയില്ല. യു വിൽ നെവർ ഹാവ് എനിത്തിങ് യു ഡു നോട്ട് വാണ്ട്. നിനക്കിഷ്ടമില്ലാത്ത ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ആൻഡ് ഓൾവേസ് ഹാവ് എനിത്തിങ് യു ഡു വാണ്ട്. നിനക്ക് വേണ്ടതെല്ലാം നിനക്ക് ലഭിക്കും. എന്തൊരു കരാറ് അല്ലേ, എന്തൊരു ഡീല. ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, അല്ലേ ലൂയ്യ, സ്തോത്രം, ഓ എൻ്റെ ദൈവമേ, നീ എന്ത് എന്നോട് ഞാനുമായിട്ട് വെച്ചിരിക്കുന്ന ഈ ഡീല് സൂപ്പർ, ഇറ്റ്സ് എ സൂപ്പർ ഡീൽ. പക്ഷേ ദൈവം അത് പറഞ്ഞിട്ട് ഒരു വാചകം കൂടെ പറഞ്ഞു, എക്സെപ്റ്റ് ഫോർ ജസ്റ്റ് വൺ തിങ്. പക്ഷെ ഒരു കാര്യം, എന്തോ ഇനി കണ്ടീഷനുണ്ടോ? യെസ്, ദർ ഇസ് എ കണ്ടീഷൻ. ഇത് പറഞ്ഞതെല്ലാം നിന്റെ ജീവിതത്തിൽ ലഭിക്കും. വൺ തിങ്, യു വിൽ നെവർ സീ മൈ ഫേസ്. നീ ഒരിക്കലും എൻ്റെ മുഖം ഇനി കാണുകയില്ല. നിനക്ക് വേണ്ടതെല്ലാം കിട്ടും, ബട്ട് യു വിൽ നെവർ സീ മൈ ഫേസ്. ഓഗസ്റ്റിൻ ഇത് പറഞ്ഞിട്ട് ഇങ്ങനൊരു ചോദ്യം സദസ്സിനോട് ചോദിച്ചു, ഡിഡ് എ chill rise in your hearts when you heard the words you will never see my face? യേശു നിങ്ങളോട് പറയുകയാണ്, നീ ഒരിക്കലും എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിറയലുണ്ടായോ? ആ വിറയൽ ഉണ്ടായെങ്കിൽ that chill is the most precious thing in you. നിന്റെ ഉള്ളിലുള്ള ഏറ്റവും വിലയേറിയ വിലപിടിപ്പുള്ള ഒരു വസ്തുവാണത്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ദ പ്യുവർ ലവ് ഓഫ് ഗോഡ്. അത് നിന്റെ ഉള്ളിലുള്ള യഥാർത്ഥമായ ദൈവത്തോടുള്ള സ്നേഹമാണ്. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിറയലുണ്ടായോ? ഏത് പറഞ്ഞപ്പോഴാണ്? യു വിൽ നെവർ സീ മൈ ഫേസ് എന്നുള്ള ആ വാക്ക് കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിറയലുണ്ടായെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വാസ്തവമായി ദൈവസ്നേഹമുണ്ട്. നിങ്ങൾക്കൊന്നും തോന്നിയില്ല എങ്കിൽ ഇറ്റ്സ് ടൈം. ഇറ്റ് ഈസ് ടൈം. ഞാനങ്ങ് പറയാം, ഇത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊന്നും തോന്നിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വാസ്തവമായിട്ട് ദൈവസ്നേഹമില്ല എന്ന്. എന്നെ വളരെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമായത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജോടെ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായ ദൈവസ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് സെൽഫ് ടെസ്റ്റാണ്. നിങ്ങളിലുള്ള ഏറ്റവും വിലയേറിയത് ആ വിറയലാണ്. അത് നിങ്ങളിലുള്ള പരിശുദ്ധമായ ദൈവസ്നേഹമാണ്.
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു.